ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കോഴിക്കോട് കട്ടപ്പനയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോകുന്ന റൂട്ടിൽ പറഞ്ഞെടുത്ത് ബസ് നിർത്താത്തതിൽ പ്രകോപിതയായ യുവതി ബസ്സിൻ്റെ ചില്ല് അടിച്ച് തകർക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. യുവതി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സിലാണ് കയറിയത്. നിർത്താൻ പറയുന്ന സ്ഥലത്ത് സ്റ്റോപ്പില്ലായിരുന്നു. പക്ഷേ കണ്ടക്ടറും അതുപോലെ തന്നെ ഡ്രൈവറും ബസ് നിർത്താൻ അവിടെ തയ്യാറായതുമില്ല. അതിൽ പ്രകോപിതയായ യുവതി പല പ്രാവശ്യം ബസ്സിൻ്റെ കണ്ടക്ടറോടും ഡ്രൈവറോടും അപേക്ഷിക്കുന്നുണ്ട്. ഇവിടെ വണ്ടി നിർത്തണം, എനിക്ക് ഇവിടെ ഇറങ്ങണമെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റോപ്പില്ല, നിർത്തില്ല എന്ന് പറയുന്നു. അതിനുശേഷം യുവതി അവരുടെ വീഡിയോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടക്ടറും ഡ്രൈവറും യുവതിയുടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിലെല്ലാം പ്രകോപിതയായ യുവതി എമർജൻസി ഡോറിന് സമീപം വെക്കുന്ന ആ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ടാണ് സൈഡ് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചത്. ഏതായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വളരെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നിമിഷങ്ങൾ കൊണ്ട് തന്നെ കണ്ടു തീർത്തത് എന്നുള്ളതാണ്. കട്ടപ്പന ഡിപ്പോയിൽ നിന്നുള്ള ബസ്സാണ് ഈ KSRTC ബസ്. അതുപോലെ തന്നെ കോഴിക്കോട് മാങ്കാവ് മിംസ് ഹോസ്പിറ്റലിൻ്റെ സമീപം എത്തിയ സമയത്താണ് ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായതും. അതുപോലെ തന്നെ പല ആവർത്തി യുവതി വീണ്ടും ആവശ്യപ്പെട്ടിട്ടും നിങ്ങളിവിടെ നിർത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. വീഡിയോയിൽ പറയുന്നുണ്ട്, കണ്ടക്ടറും അതുപോലെ തന്നെ ഡ്രൈവറും ആവശ്യപ്പെട്ട് പറയുന്നുമുണ്ട്, ഇവിടെ സ്റ്റോപ്പില്ല, ഇവിടെ നിർത്താൻ വേണ്ടി പറ്റുകയില്ല എന്ന് പറയുന്നു. കോഴിക്കോട് കട്ടപ്പനയിൽ ഡിപ്പോയിലുള്ള ബസ്സാണ്. തീർച്ചയായിട്ടും ബസ്സിന് പൊതുമുതലാണ്. തീർച്ചയായിട്ടും KSRTC പൊതുമുതലാണ് നമുക്കറിയാം. ഏതായാലും അതിന് കേടുപാടുകൾ വരുത്തിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ അനന്തര നടപടി തീർച്ചയായിട്ടും യുവതി നേരിടേണ്ടതായിട്ട് വരികയും ചെയ്യും. തീർച്ചയായിട്ടും അതിൻ്റെ വാർത്ത നമുക്ക് നോക്കാം. അതിന് മുന്നേ തന്നെ യുവതി പ്രകോപിതയായ വീഡിയോൻ്റെ ഭാഗങ്ങൾ എല്ലാം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കാണാം. വണ്ടി സ്റ്റേഷനിലേക്ക് പോകണം. വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു വണ്ടിക്ക് സ്റ്റോപ്പ് നിർത്താവുള്ളൂ. ചിലപ്പോൾ നമുക്ക് സങ്കടവും തോന്നിയേക്കാം. കാരണം യുവതിക്ക് ഇറങ്ങാൻ അബദ്ധത്തിൽ കയറിപ്പോയതോ മറ്റോ ആവാം. ചിലപ്പോൾ മിംസ് ഹോസ്പിറ്റലിലേക്കായിരിക്കാം യുവതി കയറിയത്. പക്ഷേ യുവതി പല പ്രാവശ്യം ബസ്സുകാരോട് അപേക്ഷിക്കുന്നുണ്ട്. ആദ്യമൊക്കെ പിന്നെ ആജ്ഞാപിക്കുന്നതും പിന്നെ പ്രകോപിതയാവുന്നതുമെല്ലാം നമുക്ക് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കോഴിക്കോട് കട്ടപ്പനയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോകുന്ന റൂട്ടിലായിരുന്നു സംഭവം. ഏതായാലും ഈ സംഭവത്തിൽ തീർച്ചയായിട്ടും പ്രശ്നമായതിനു ശേഷം അവർ തീർച്ചയായിട്ടും KSRTC ബസ് സ്റ്റോപ്പിലേക്ക് ബസ് എത്തുന്നതിന് മുമ്പേ തന്നെ നടക്കാവ് പോലീസിൽ വിവരങ്ങൾ അറിയിച്ചിരുന്നു. പോലീസ് അവിടെ റെഡിയായി എത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം യുവതിയിൽ നിന്നും ഏകദേശം വലിയൊരു തുക തന്നെ ഫൈനായിട്ട് ഇപ്പോൾ ഈടാക്കി എന്നുള്ളതാണ്. അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. 28,000 രൂപയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ഫൈനായിട്ട് സഹോദരിയുടെ കയ്യിൽ നിന്നും ഈടാക്കിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം സൈഡ് ഗ്ലാസ് യുവതി ഹാമർ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു. അതുപോലെ തന്നെ സർവീസ് നഷ്ടം. തീർച്ചയായിട്ടും ഈ രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർക്ക് നിന്നും
28,000 രൂപ ഈടാക്കുകയോ അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോവുകയോ ചെയ്യുക എന്നുള്ള നിർദ്ദേശമായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്നും വന്നത്. ഏതായാലും യുവതി 28,000 രൂപ അടച്ച് സംഭവമെല്ലാം ക്ലോസ് ആക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും യുവതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് തെറ്റായ ഒരു കീഴ്വഴക്കം തന്നെയാണ്. ഏതായാലും KSRTC ബസ്സും അതിൻ്റെ ചില്ലുമെല്ലാം പൊതുമുതലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും KSRTC സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാണ്. അതിൽ തീർച്ചയായിട്ടും എമർജൻസി ഡോറിൻ്റെ സൈഡിൽ ഒരു ചുറ്റിക, ഒരു ഹാമർ സ്വാഭാവികമായിട്ടും വെക്കാറുണ്ട്. അത് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ട് ബസ്സിൻ്റെ ചില്ലെല്ലാം ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി സംവിധാനമാണ്. ആ ഒരു ഹാമർ ഉപയോഗിച്ചുകൊണ്ടാണ് സഹോദരി സൈഡ് ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് പലതരത്തിലുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ തായാട്ടി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് നിർത്തിക്കൊടുത്തി എന്ന് വിചാരിച്ചിട്ടൊന്നും സംഭവിക്കാനില്ലായിരുന്നു എന്നും അതുപോലെ തന്നെ യുവതി വളരെ മോശമായ കാര്യമാണ് ചെയ്തത്, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഏതായാലും വിശദീകരണവുമായിട്ട് യുവതി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. യുവതി അവിടെ ബസ് നിർത്താൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം യുവതിക്ക് ശുചിമുറിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത്രയും അർജൻറ്റായ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകണമെന്ന നിലക്കാണ് ബസ് നിർത്താൻ ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടത് എന്ന് യുവതി പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ വീഡിയോയിൽ എവിടെയും അത്തരത്തിൽപ്പെട്ട ഒരു പരാമർശം ആ യുവതി നടത്തിയതായിട്ട് നമുക്ക് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം. എവിടെയും പറഞ്ഞതായി നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും യുവതിയുടെ ആവശ്യം ഇതായിരുന്നു എന്നാണ് യുവതി ഇപ്പോൾ പറയുന്നത്. ഇനി ഏതായാലും അത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അത്തരം പ്രകോപിതമായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ 28,000 രൂപ ഫൈൻ അടിച്ചിട്ട് ആ കേസ് ഒത്തുതീർപ്പ് ആക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ സഹോദരിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിൽപ്പെട്ട ഒരു എമർജൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും യുവതി അത് തുറന്നു പറയുകയും അതുപോലെ തന്നെ ആദ്യം കണ്ടക്ടറോട് പറയേണ്ടതായിരുന്നു. ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു പരാമർശം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പ്രകോപിതയാവുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്ക് തർക്കം മാത്രമാണ് കാണുന്നത്. എനിക്ക് എമർജൻസി ആയിട്ട് ബാത്റൂമിൽ പോകണമെന്നുള്ള ഒരു പരാമർശം എവിടെയും കണ്ടതായില്ല. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട പരാമർശങ്ങൾക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങൾ പ്രശ്നമായതിനു ശേഷമാണ് യുവതി പറയുന്നത്. ഏതായാലും ബസ് പൊതുമുതലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പൊട്ടിക്കാനോ അതിന് കേടുപാടുകൾ വരുത്താനോ ആര് ശ്രമിച്ചാലും അത് നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾക്ക് തീർച്ചയായിട്ടും വിധേയമാകേണ്ടതായിട്ട് വരും. ഈ സഹോദരി അത്തരത്തിൽപ്പെട്ട തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ 28,000 രൂപ അതൊരു വലിയ സംഖ്യ തന്നെയാണ്. ആ നഷ്ടപരിഹാരം കൊടുത്തിട്ടാണ് അവസാനമായിട്ട് ഈ ഒരു കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഏതാ വീഡിയോ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ നിർദ്ദേശങ്ങളായിട്ട് എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.